എല്ലാവർക്കും ഡ്രാമ റിവ്യൂയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു കൊറിയൻ ഡ്രാമയുടെ 6 സീൻ്റെ റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഈ പെൺകുട്ടി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവനാണെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കടന്നു വരികയാണ്. ആ സമയത്ത് ഇവൻ്റെ കയ്യിൽ നല്ല രീതിയിൽ വേദന എടുക്കുന്നുണ്ട്. വേദന കൊണ്ട് അവൻ അലറി കരയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇവൾ അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാണ്. എന്നിട്ട് എന്താണ് പ്രോബ്ലം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴവൻ പറയുന്നുണ്ട് അവൻ്റെ കൈ എരിയുന്നത് പോലെ തോന്നുകയാണ്, അവന് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ പെയിൻ വരാണെന്നൊക്കെ പറഞ്ഞ് അവൻ വേദന കൊണ്ട് അലറാണ്. രണ്ടുപേർക്കും ഇതിന് മുമ്പേ പരസ്പരം അറിയാം. അപ്പോൾ ഇവർ രണ്ടുപേരും ഇതിന് മുമ്പേ മീറ്റ് ചെയ്ത ഒരു സമയത്തും അവൻ ഇതുപോലെ വേദന കൊണ്ട് കിടന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ്. അങ്ങനെ ഇവൾ പെട്ടെന്ന് മെഡിസിൻ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്തൊക്കെ ഇവൻ വേദന കൊണ്ട് സഹിക്കാൻ പറ്റാതെ നിലവിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും പെട്ടെന്ന് അവനെ ബെഡിൽ കൊണ്ട് കിടത്തിയിട്ട് അവന് ഇഞ്ചക്ഷൻ എടുത്ത് കൊടുക്കുകയാണ്. ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് അവന് നല്ല രീതിയിൽ പെയിൻ കുറയുന്നുണ്ട്. ഒരു സഡേഷനാണ് അവൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ നല്ല രീതിയിൽ ടയേർഡായിട്ട് ഉറങ്ങുന്നുണ്ട്. അവന് അത്യാവശ്യം നല്ല പെയിൻ ഉണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ. ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് ഡോക്ടർ ചോദിക്കുന്നുണ്ട് അവൻ എന്തെങ്കിലും ഈ ഓർമ്മകൾ വന്നപ്പോഴാണ് ഈ പെയിൻ വന്നതെന്ന് ചോദിക്കുകയാണ്. കാരണം ഈ പെയിന് റിയൽ അല്ല, ഇതൊരു സൈക്കോളജിക്കൽ ഇഷ്യൂ കാരണം ഉണ്ടാവുകയാണ്. അവൻ്റെ പാസ്റ്റ് ലൈഫിലെ ട്രോമ കാരണം അവന് പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ ഒരു പെയിന് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ മെഡിസിൻ എടുത്താലും അവന് ഈ പെയിൻ കുറയുന്നില്ല. അതൊരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആയതുകൊണ്ടാണ്. അവൾക്ക് ഇവൻ്റെ കണ്ടീഷൻ ഫസ്റ്റ് തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നതുകൊണ്ട് അതുകൊണ്ടാണ് ഇവന് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കുന്നത്. പക്ഷെ അവനൊന്നും തന്നെ തുറന്നു പറയാനായിട്ട് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇതൊരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണെന്ന് അവൻ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിരുന്നില്ല. അവൾ പറയുന്നുണ്ട് താല്പര്യമില്ലെങ്കിൽ പറയണമെന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവൻ കിടന്നുറങ്ങുകയാണ്. ഉറങ്ങുന്ന സമയത്ത് അവന് കാവലിരിപ്പുണ്ടായിരുന്നു. ഇവന് എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട് അവൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവന് ഷീറ്റ് മൂടിക്കൊടുക്കുന്ന സമയത്ത് ഇവനാണെങ്കിൽ അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഉറക്കത്തിൽ സഡേഷനിലാണ് കെട്ടിപ്പിടിക്കുന്നത്. പഴയ കാലത്തെ പാട്ടും അവൻ അവൾക്ക് പാടിക്കൊടുക്കുന്നുണ്ട്. ഇത് പറ്റിയതാണെന്ന് അവളിങ്ങനെ ആലോചിക്കുകയും ചെയ്യാണ്. താങ്ക് യു.